നമസ്കാരം. തേർഡ് ഐ ന്യൂസിലേക്ക് സ്വാഗതം. നമ്മുടെ സംസ്ഥാനത്ത് അടുത്തിടെ കപ്പൽ അപകടങ്ങൾ വർദ്ധിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ബേപ്പൂരിൽ നടന്ന സിംഗപ്പൂരിൽ നിന്നും കൊളംബോയിലേക്ക് പുറപ്പെട്ട വാൻഹായ് 503 തീപിടുത്തം അത് വലിയ അപകടങ്ങളിലേക്കാണ് നയിക്കുക. മാത്രമല്ല അതിൻ്റെ ഒരു പാർശ്വഫലങ്ങൾ തുടരുന്ന ദിവസങ്ങളിലൊക്കെ തന്നെ അനുഭവിക്കേണ്ടി വരുമെന്ന് ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ധർ പറയുന്നുണ്ട്. 2000-ലധികം ടൺ എണ്ണയാണ് ഈ കപ്പലിലുള്ളത്. 240 ടൺ ഡീസലുമുണ്ട്. ഇതിനൊക്കെ തന്നെ തീപിടിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുവാൻ പോകുന്നതെന്ന് ആർക്കും പ്രവചിക്കാൻ കഴിയാത്ത സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. മാത്രമല്ല വിഷപദാർത്ഥങ്ങളടക്കം കപ്പലിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. കടലിലേക്ക് മറിഞ്ഞ കണ്ടെയ്നറുകൾ തൃശ്ശൂരിലോ എറണാകുളത്തോ എത്തിച്ചേരാമെന്നും പറയുന്നു. അത്തരത്തിൽ മത്സ്യത്തൊഴിലാളികൾ വലിയ ആശങ്കയിലാണ്. നമ്മുടെ സംസ്ഥാനത്ത് പൊതുവിൽ സാധാരണക്കാർക്കിടയിലൊക്കെ തന്നെ വലിയ ആശങ്ക ഇപ്പോഴും നിലനിൽക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന തരത്തിൽ അല്ലെങ്കിൽ ഒരു ആശങ്ക പങ്കുവെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഗൂഢാലോചന പങ്കുവെച്ചുകൊണ്ട് ചിലരെങ്കിലും സോഷ്യൽ മീഡിയയിൽ രംഗത്ത് വന്നിട്ടുണ്ട്. അതിൽ അവർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്നത് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഉദ്ഘാടനത്തിന് ശേഷമാണ് ഇത്തരത്തിലുള്ള അപകടങ്ങൾ വർദ്ധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലൊരു അന്താരാഷ്ട്ര ഗൂഢാലോചന ഉണ്ടാവാനുള്ള സാധ്യത ഇത്തരത്തിലുള്ള ആളുകൾ പറയുന്നു. കാരണം ഈ വിഴിഞ്ഞം പദ്ധതി എന്ന് പറയുന്നത്, വിഴിഞ്ഞം പോർട്ട് നമ്മുടെ രാജ്യത്തിന് തന്നെ ഏറ്റവും അഭിമാനകരമായ ഒരു പദ്ധതിയായിരുന്നു. മാത്രമല്ല ചൈനയിലെ അടക്കം മറ്റ് രാജ്യങ്ങളിലെ പോർട്ടുകളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വിഴിഞ്ഞം പോർട്ടിന് ഒരുപാട് സവിശേഷതകളുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു ആശങ്കയിലേക്ക് നയിക്കുന്നത്. എന്തായാലും ഇത്തരം ആശങ്കകളൊക്കെ പങ്കുവയ്ക്കാൻ അല്ലെങ്കിൽ അത് പരിഹരിക്കാൻ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഒരു അന്വേഷണം വേണമെന്ന ആവശ്യമാണ് ഇതിനകം തന്നെ ഉയർന്നിരിക്കുന്നത്. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയെ ട്രോളുന്ന ചില ആളുകളുമുണ്ട്. അദ്ദേഹം മാൻഡ്രാക്ക് ആയതുകൊണ്ടാണ് ഇത്തരം തൊടുന്നതെല്ലാം അപകടങ്ങളിലേക്ക് പോകുന്നതെന്ന് പറയുന്ന ആളുകളുമുണ്ട്. ഇത്തരം അപകടങ്ങൾ നടക്കുമ്പോൾ ഇത്തരം ബാലിശമായ രാഷ്ട്രീയ വിരോധം തീർക്കാനുള്ള ഒരു വേദിയാക്കി മാറ്റുന്ന ആളുകളാണ് ഇത്തരത്തിൽ അദ്ദേഹത്തെ ഈ സമയത്തും ട്രോളുന്നത് എന്ന് മാത്രമേ പറയാനുള്ളൂ.